ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തുക്കൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പണയം വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഗോൾഡ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു യെസ് ഓർ നോ റീഡിംഗ് ആയിരിക്കും. ഇതിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് കാർഡ്സ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് 2 കാർഡ് കാണിച്ചു തരും. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ കാർഡ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ദെൻ നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ റീഡിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൂടുതൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്വാസത്തിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 2 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് ശേഷം ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം ആദ്യം നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഏത് കാർഡിനോടാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ലോജിക്കൽ ബുദ്ധി ഉപയോഗിച്ചുള്ള നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ അനുസരിച്ചാണ് ആദ്യം നിങ്ങൾക്ക് ഏത് കാർഡിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത് അതായിരിക്കും നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാർഡ് കാണിച്ചു തരാം. നിങ്ങൾ അതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് റീഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ റീഡിംഗ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴായിരിക്കും സാധിക്കുക. അപ്പോൾ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് വരും വീഡിയോകളിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി കാർഡ് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് 2 കാർഡ്സ് കാണാൻ സാധിക്കും. ഒരേപോലെയുള്ള 2 കാർഡുകളാണ്. നിങ്ങൾക്ക് ഏത് കാർഡിനോടാണ് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് സെലക്ട് ചെയ്യുക. ദിസ് ഇസ് കാർഡ് നമ്പർ 1 ആൻഡ് ദിസ് ഇസ് കാർഡ് നമ്പർ 2. ഐ ഹോപ്പ് നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് കാർഡ് നമ്പർ 1. നമുക്ക് കാർഡ് നമ്പർ 2 ഒന്ന് മാറ്റി വയ്ക്കാം. കാർഡ് നമ്പർ 1 റിവീൽ ചെയ്യാം. അൺഫോർച്ചുനേറ്റ്ലി ഒരു നോ കാർഡാണ് വന്നിട്ടുള്ളത്. നമുക്ക് നിങ്ങളോട് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്, ഈ ഒരു കാർഡിൻ്റെ പേരിൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്, യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്? ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? ഈ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. എന്താണ് നിങ്ങളുടെ ഗൈഡൻസ്, എന്ത് ആക്ഷനാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് എടുക്കേണ്ടത്? സോ നിങ്ങളുടെ ഗൈഡൻസ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ആൻഡ് എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്? നിങ്ങൾ ഈ ഒരു സമയത്ത് നല്ലോണം വിഷമിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ഓർത്ത്. സോ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ ഈ നോ കേട്ടിട്ട് ഒരു പെർമനൻറ്റ് നോ ആണ്, അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഇത് സാധ്യമല്ല എന്ന് ചിന്തിക്കരുത്. ഈ ഒരു കാർഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള റൈറ്റ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും സ്ട്രെസ് ആവുകയും അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങളിവിടെ ചിന്തിക്കേണ്ടത്. ആൻഡ് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടിയിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണ്. എസ്പെഷ്യലി ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ വളരെ കാമായിട്ട് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഇരിക്കുക. നിങ്ങൾ ലോങ് ടേമിലെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ പണം നിങ്ങൾ എന്താ പറയുക, ബുദ്ധിയോടെ വിനിയോഗിക്കുക എന്ന് പറയും. ഇതൊരു സ്റ്റേബിൾ അതോറിറ്റി അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു സമയമായിരിക്കും. മെച്ചുറായിട്ട് ആക്ട് ചെയ്യുക, ഇമ്പൾസീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഇവിടെ ഒരു സെക്യൂരിറ്റി പോസിബിൾ ആണെന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡിസിപ്ലിനും പ്രോപ്പർ പ്ലാനിങ്ങും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവണം. ഓക്കെ, ഈ ഒരു കാർഡ് നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സഫർ ചെയ്യും എന്നല്ല പറയുന്നത്. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യരുത്, നിങ്ങൾ പാനിക് ആവരുത്. നിങ്ങളുടെ പേടികളും നിങ്ങളുടെ ഗിൽറ്റ് ഫീലിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ഓർത്തിട്ടുള്ള ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ
ഉറക്കത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ്, നിങ്ങൾ ഒരുപാട് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഇതൊക്കെ ആലോചിച്ചിട്ട്. സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യം നടക്കും എന്ന് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, ആങ്സൈറ്റി ഉള്ള ഒരു സമയം കൂടിയായിരിക്കും നിങ്ങൾക്ക് അതൊരു നിങ്ങളുടെ വലിയൊരു ബ്ലോക്കായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാനും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ളൊരു കൺട്രോൾ കൊണ്ടുവരാനായിട്ടും ശ്രദ്ധിക്കുക. റിയാലിറ്റിയേക്കാളും കൂടുതൽ നിങ്ങളുടെ പേടികളാണ് ഇവിടെ ഹൈലൈറ്റ് ആവുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു സക്സസ്സിലേക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ തിരിച്ച് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു നോ കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വാതിൽ അടഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇനിയും പോസിബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് കാർഡ് നമുക്കൊന്ന് റിവീൽ ചെയ്ത് നോക്കാം. നമ്മുടെ സെക്കൻഡ് കാർഡ് ഇതാണ്. സോ രണ്ടാമത്തേത് നിങ്ങൾക്കൊരു യെസ് കാർഡാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത ആളുകൾക്ക് ഒരു യെസ് കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇത് തിരിച്ചു നേടാനായിട്ട് സാധ്യമാണെന്നുള്ളത്. നിങ്ങൾക്കും എന്താണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഗൈഡൻസ് എന്താണ്? ഗൈഡൻസ് ഫോർ കാർഡ് നമ്പർ 2. ഓക്കെ, ഇവിടെ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഹാങ്ഡ് മാൻ എന്നുള്ള ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ചിലപ്പോൾ കാര്യങ്ങൾ വേറൊരു ആംഗിളിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പോസിബിളാണ്. പക്ഷേ ഇവിടെ ഹാങ്ഡ് മാൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ സഡൻലി പെട്ടെന്ന് ഒരു കാര്യത്തിലേക്കും റഷ് ചെയ്തൊരു തീരുമാനം എടുക്കരുത്. അതായത് നിങ്ങളൊരു ഇൻസ്റ്റൻറ്റ് തീരുമാനത്തിലേക്കല്ല പോകേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നേക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളിവിടെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോഴ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ കിട്ടിയേ തീരൂ എന്നുള്ള രീതിയിൽ ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്, അതിൽ വിശ്വസിക്കാമെന്നുണ്ട്. അതുപോലെ ഒരു ടെമ്പററി ഡിലേ ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സാരമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഉടനെ തന്നെ മാറുന്ന ഒരു ഡിലേ തന്നെയായിരിക്കും. ഓക്കെ, ഈ ഒരു സമയം, ഈ ഒരു ഡിലേ വരുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. സോ ഇത് നിങ്ങൾ ഒരുപാട് പുഷ് അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളെ ഓർത്ത് പാനിക് ആവുകയൊന്നും വേണ്ട. സോ നിങ്ങൾ കൂടുതൽ സ്റ്റക്ക് ആകുകയുള്ളൂ ഇങ്ങനെ ആലോചിക്കുന്നത് കൊണ്ട്. സോ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ കാമായിട്ടിരിക്കുക. പിന്നെ അതോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് യെസ് ആണ് എങ്കിൽ പോലും ചെറിയൊരു വെയിറ്റിംഗ് ടൈം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതൊരു ഫൈറ്റിംഗ് ടൈമായിട്ട് കാണരുത്, ഒരു വെയിറ്റിംഗ് ടൈമായിട്ട് തന്നെ കാണുക. സോ ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുക, അത് മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യം തന്നെ വിശ്വസിക്കുക. സോ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും അത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ചെറിയൊരു പോസ് വേണ്ടി വരും. ആൻഡ് ഈ ഒരു ഡിലേ എന്ന് പറയുന്ന ഒരു പണിഷ്മെൻ്റ് അല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണെന്ന് മനസ്സിലാക്കുക. സോ ഇത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള റീഡാണ്. ഓക്കെ, രണ്ട് റീഡിങ്ങും ആക്ച്വലി പോസിറ്റീവ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ റീഡ് ചെയ്തതാണ്. ആൻഡ് ഇവിടെ ഫസ്റ്റ് കാർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്. കാരണം കിങ് ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുള്ളതുകൊണ്ട്. ആൻഡ് ഇവിടെയാണെങ്കിൽ നിങ്ങൾക്കൊരു യെസ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.